السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد. അള്ളാഹു സുബ്ഹാനഹു വ തആല അനേകായിരം നിഅമത്തുകളാണ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ആ നിഅമത്തുകൾക്കെല്ലാം അനുഗ്രഹങ്ങൾക്കെല്ലാം എപ്പോഴും നാം നന്ദിയുള്ളവരാവണം. നന്ദികേട് കാണിക്കുക എന്നുള്ളത് ഒരിക്കലും ഒരു മനുഷ്യന് പറഞ്ഞതല്ല. ഒരുത്തനും നമുക്ക് വല്ല നിഅമത്തുകളും വല്ല അനുഗ്രഹങ്ങളും വല്ല ഉപകാരവും ചെയ്തു തന്നാൽ അയാളോട് തീർച്ചയായും നന്ദിയുള്ള വാക്ക്, നന്ദിയോടുകൂടിയുള്ള സമീപനം, നന്ദിയോടുകൂടിയുള്ള പ്രവർത്തനങ്ങളൊക്കെയാണ് ഒരു മനുഷ്യൻ്റെ ഭാഗത്തുനിന്ന് തിരിച്ചുണ്ടാവേണ്ടത്. കാരുണ്യവാനായ റബ്ബ് നമുക്ക് നൽകുന്ന നിഅമത്തുകൾ അത് നാം ഒന്ന് എണ്ണിത്തിട്ടപ്പെടുത്താൻ ശ്രമിച്ചാൽ ഒരിക്കലും നമുക്കതിന് സാധ്യമല്ല. ഖുർആൻ തന്നെയും അത് നമ്മോട് പറഞ്ഞിട്ടുള്ളതാണ്. വഇൻ തഅദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെ നിങ്ങൾ തിട്ടപ്പെടുത്താൻ ശ്രമിക്കുന്നുവെങ്കിൽ ഒരിക്കലും നിങ്ങൾക്കതിന് സാധ്യമല്ല. അതിന് മാത്രം ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് നിഅമത്തുകൾ അല്ലാഹു തആല നമുക്ക് നൽകിയിട്ടുണ്ട്, ഇപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ചുറ്റുപാടുമൊന്ന് നാം കണ്ണോടിച്ചാൽ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് കാണാൻ നല്ല സുന്ദരമായ നല്ല കാഴ്ചയുള്ള കണ്ണ് അല്ലാഹു തആല നൽകി, കേൾക്കാൻ നല്ല ശ്രവണശക്തിയുള്ള കാത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി, സ്ഫുടമായി സംസാരിക്കാനുള്ള നാവും, നടക്കാനുള്ള കാലും, പിടിക്കാനുള്ള കൈകളും, ചിന്തിക്കാനുള്ള ബുദ്ധിശക്തിയും, ഇങ്ങനെ തുടങ്ങിയിട്ട് എന്തുമാത്രം നിഅമത്തുകളാണ് അല്ലാഹു തആല നമുക്ക് നൽകിയിട്ടുള്ളത്. നമുക്ക് ചുറ്റുപാടത്തും എത്രയോ രോഗികളുണ്ട്, മാറാവ്യാധി രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, ശാരീരിക വൈകല്യമുള്ള ആളുകൾ, അങ്ങനെ തുടങ്ങി എത്രയെത്ര ആളുകളുണ്ട്. അവരിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ റബ്ബ് നമുക്ക് നൽകിയ നിഅമത്തുകൾ എത്രമാത്രം വലുതാണ്. ഈ അംഗവൈകല്യമുള്ള ആളുകളെയും മറ്റുമൊക്കെ അല്ലാഹു തആല പടച്ചത് വെറുതെയല്ല. നിന്നെയും ഇതുപോലെയെല്ലാം ആക്കാൻ റബ്ബിന് കഴിയുമായിരുന്നു. പക്ഷേ അല്ലാഹു തആല അപ്രകാരം അങ്ങനെയൊന്നും നിന്നെ ആക്കാതെ നിന്നെ പൂർണ്ണമായും അഹ്സനു തഖ്വീമായ രൂപത്തിൽ നിന്നെ അല്ലാഹു തആല സൃഷ്ടിച്ച് പറഞ്ഞയച്ചത് ആ സൃഷ്ടാവിനോട് നന്ദി പ്രകടിപ്പിക്കാൻ, നന്ദി പ്രകാശിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. നീ ഒരിക്കലും നന്ദികേട് കാണിക്കുന്നവനാവാൻ പാടില്ല. എത്ര വലിയ നിഅമത്താണെങ്കിലും എത്ര ചെറിയ നിഅമത്താണെങ്കിലും എപ്പോഴും റബ്ബിനോട് അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ വിശ്വാസികൾക്ക് സാധ്യമാകണം. അപ്പോഴാണ് അവൻ യഥാർത്ഥത്തിൽ അല്ലാഹു നൽകിയ നിഅമത്തുകളോട് ശുക്ർ പ്രകടിപ്പിച്ച് അല്ലാഹുവിനോട് മുമ്പിലുള്ള ബാധ്യതകൾ നിറവേറ്റിയവനാകുന്നുള്ളൂ. അങ്ങനെ അല്ലാഹു നൽകിയ നിഅമത്തുകൾക്ക് നാം നന്ദി പ്രകടിപ്പിക്കുമ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന പ്രതിഫലം അത് എത്രമാത്രം വലുതാണ്. ഓരോ വിഷയങ്ങളും എടുത്ത് നാം സംസാരിക്കുമ്പോൾ ധാരാളം നമുക്ക് പറയാൻ സാധിക്കും. അതിൽപ്പെട്ട ഒറ്റൊരു വിഷയം മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞു, അത്വാഇമു ശാകിറു ബിമൻസിലത്തി സ്വാഇമി സ്വാബിരി. അല്ലാഹു നൽകിയ ഹലാലായ സമ്പാദ്യം കൊണ്ട് ഒരാൾ ഭക്ഷണം കഴിച്ച്, ആ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലി ഭക്ഷണം കഴിച്ച് ഇത് നൽകിയ റബ്ബിനെ ഓർത്തുകൊണ്ട് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹില്ലദി അത്അമനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ. ഇങ്ങനെയൊക്കെ റബ്ബിനോട് നന്ദി ഒരാൾ പ്രകടിപ്പിച്ചാൽ, അല്ലാഹു നൽകിയ ഭക്ഷണത്തിനക്ക് അല്ലാഹുവിനോട് നന്ദി പ്രകടിപ്പിച്ചാൽ ബിമൻസിലത്തി സ്വാഇമി സ്വാബിരി, ശക്തമായ വിശപ്പുണ്ടായിട്ടും ദാഹമുണ്ടായിട്ടും ക്ഷമയോടെ റബ്ബിൻ്റെ പൊരുത്തം മാത്രം ആഗ്രഹിച്ച് അല്ലാഹുവിൻ്റെ ഭാഗത്തുനിന്നുള്ള പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നോമ്പനുഷ്ഠിച്ച വ്യക്തിക്ക് അല്ലാഹു നൽകുന്ന ആ ഒരു പ്രതിഫലമാണ് ഭക്ഷണം കഴിച്ച് റബ്ബിന് നന്ദി പ്രകടിപ്പിച്ച ആളുകൾക്ക് അല്ലാഹു തആല നൽകുക എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. ഇങ്ങനെ എത്രയെത്ര നിഅമത്തുകൾ അല്ലാഹു തആല നമുക്ക് നൽകുന്നുവോ അതിനൊക്കെ നാം നന്ദിയുള്ളവരായി തീർന്നാൽ തീർച്ചയായും അല്ലാഹു തആല നമുക്ക് ധാരാളമായി വീണ്ടും വീണ്ടും വർദ്ധിപ്പിച്ചു തരികയും വലിയ പ്രതിഫലങ്ങൾ നാളെ ആഖിറത്തിലെത്തുമ്പോൾ നമുക്ക് അതുവഴി സമ്പാദിക്കാൻ കഴിയുകയും ചെയ്യും. കാരുണ്യവാനായ റബ്ബ് അവന് നന്ദിയുള്ള വിനയമുള്ള അടിമകൾ നമ്മളെല്ലാവരും അല്ലാഹു ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.